ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അരി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ റെസിപ്പി കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ കുറച്ച് വലിയ ചട്ടിയിലൊക്കെ നമ്മൾ വറുക്കണമെങ്കിൽ അതാണ് നല്ലത്. ഇത് അരിയൊന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് പുറത്തേക്ക് തെറിക്കാണ്ടിരിക്കാനൊക്കെ നല്ലത് അതാണ്. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ വറുക്കാണ്ടിരിക്കുക, പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വരും കേട്ടോ. ഇതുപോലെ അടി കട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അരി നന്നായിട്ട് തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ആ ഒരു ഇതിലേക്ക് തന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ശരിക്കും തേങ്ങ അല്ല ചേർക്കേണ്ടത്, കൊപ്ര ഉണ്ടെങ്കിൽ കൊപ്രയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൊപ്ര ഇല്ലാത്ത കാരണം നമ്മളിതുപോലെ തേങ്ങ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ചേർക്കുകയാണ്. കൊപ്രയാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒരു അരമുറിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതും കോരി മാറ്റാം. ഇനി നമുക്ക് ഈ അരിയും തേങ്ങയും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അരി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൊടിച്ചതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ശർക്കര പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പഞ്ചസാര കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുക. ശർക്കര ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. പഞ്ചസാര ആകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ശർക്കര ആകുമ്പോൾ നമ്മളൊന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ ഒരു അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഏലക്കപ്പൊടി ചേർക്കാത്തതാണ് നല്ലത്. അരിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർക്കാത്തതാണ് ബെസ്റ്റ്. ഇനി ഏലക്കയുടെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതുപോലെ ഇങ്ങനെ കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉരുളകളാക്കിയിട്ടും കഴിക്കാം. ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഡ്രൈ ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ, ചായയുടെ കൂടെയൊക്കെ. ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെയ്യിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് നീളത്തിലാക്കിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് ചായ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.